ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാന്ന് പറയുന്ന പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേണം എനിക്കൊന്ന് റിസൈൻ ചെയ്യാനുള്ള ജോലി ഒന്ന് റിസൈൻ ചെയ്യാന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്ന് കേട്ടോളിട്ടോ. സംഭവം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇന്നും നാളെയും മറ്റന്നാൾ ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഒന്നും നിങ്ങൾക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കാനൊന്നും പറ്റൂല. ഈ യൂട്യൂബിൽ കുറേ മോട്ടിവേഷൻ മറ്റേ ടീംസ് വന്നിട്ട് അല്ല യൂട്യൂബ് ടിപ്പ് പറയുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പറയും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, മറ്റേ വാച്ച് അവർ കൂടും, അത് കൂടും ഇത് കൂടും, കണ്ടന്റ് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കണ്ടമാനം മോട്ടിവേഷൻസ് ഇത് നടക്കുന്നുണ്ട്. ഈ മോട്ടിവേഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള ജോലിയും ഉള്ള പണിയും കളഞ്ഞിട്ട് ആ ശമ്പളം ചെറിയ വരുമാനമായിരിക്കും ചിലപ്പോൾ ആ വരുമാനം കളഞ്ഞ് ഇനിയിപ്പോൾ വലിയ വരുമാനം കളഞ്ഞിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ. അതായത് വലിയ വലിയ ജോലികളൊക്കെ ഉപേക്ഷിച്ച് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് മല മറിക്കാന്ന് വിചാരിച്ചിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെറുതെയാണ്. അങ്ങനൊന്നും പരിപാടി നടക്കൂല. നമ്മൾ എത്ര പിന്നെ എന്താ പറയുക മല മറിച്ച് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പരിധി വരെ ലക്കും കൂടിയാണ്. നമ്മളൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ വൈറലാവുക എന്നുള്ളത് നമ്മൾ തലകുത്തി പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര ഹാഷ്ടാഗ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറേ ഡിസ്ക്രിപ്ഷനോ അതോ ഇതോ എന്തിട്ടിട്ടും കാര്യമില്ല. യൂട്യൂബ് വിചാരിക്കണം. അത് യൂട്യൂബിൽ പണിയെടുക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കണം. യൂട്യൂബിൻ്റെ അൽഗോരിതം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പരിപാടികളാണ്, നമുക്കൊരു പിടിയും കിട്ടൂല സാധനം. അപ്പോൾ അതും വിചാരിച്ചിട്ട് ഉള്ള പണിയും കളഞ്ഞിട്ട് ഈ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഉള്ള വരുമാനം കൂടി നശിക്കുക. അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ലോങ് വീഡിയോസിന്. ഇനി അതല്ലെങ്കിൽ മറ്റേ 1000 സബ്സ്ക്രൈബേഴ്സ്. ഇനി ഇത് രണ്ടുമല്ല, ഷോർട്സിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശമെങ്കിൽ ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും 10 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടണം 90 ഡേയ്സിൻ്റെ ഉള്ളിൽ, 3 മാസത്തിനുള്ളിൽ. പിന്നെ ഈ പറഞ്ഞ 10 ലക്ഷം വ്യൂസ് അല്ല 10 ലക്ഷം അല്ല 10 മില്യൺ വ്യൂസ്, അതായത് 1 കോടി വ്യൂ നിങ്ങളെ എന്താ പറയുക ഓൺ വോയിസിൽ ചെയ്തിട്ടുള്ള വീഡിയോക്ക് കിട്ടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെറുതെ മ്യൂസിക്കോ അല്ലെങ്കിൽ സോങ്ങൊക്കെ ട്രെൻഡിങ് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കും. പക്ഷെ ഓൺ വോയിസിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ചെയ്തിട്ട് ഈ പറയുന്ന പോലെ മില്യനും 10 മില്യനും എന്നൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ 2 വീഡിയോ 5 വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിന് കുറേ വ്യൂസും, അതായത് അതിന് വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5000 വ്യൂസ് അല്ലെങ്കിൽ 10000 വ്യൂസ് മാക്സിമം പോയി 25000 വ്യൂസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം. യൂട്യൂബിൽ കിട്ടോ, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ പറന്നടിച്ചങ്ങ് പോകും. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ കിട്ടിക്കോളണമെന്നില്ല. ഇനി അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാനാണെന്ന് പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളൊരു 5 വീഡിയോ 10 വീഡിയോ അല്ലെങ്കിൽ 25 100 വീഡിയോ ചെയ്താലും ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ മില്യൺസ് ഓഫ് വ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നത് ഒരു ഗ്യാരണ്ടി ഇല്ല ഇതിൽ. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു പരിപാടിയാണ് യൂട്യൂബ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പിന്നെ ഉള്ള ജോലിയും പിന്നെ വരുമാനമൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ കൂടാൻ നിൽക്കണ്ട. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം. അതായത് നമുക്ക് താല്പര്യമുള്ള കണ്ടന്റുകൾ ചെയ്യാം. ഇപ്പോൾ ചില ആൾക്ക് ക്രാഫ്റ്റ് പരമായിട്ട് എന്തെങ്കിലും അറിയായിരിക്കും, അതല്ലെങ്കിൽ മറ്റേ കുക്കിംഗ് പരമായിട്ട് എന്തെങ്കിലും അറിയായിരിക്കും, എന്തെങ്കിലും ട്രാവൽ വ്ളോഗോ എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കുക. അതായത് കുറച്ച് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 10000 സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം വ്യൂസും ഒക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ, അത് ഷോർട്സിനല്ലല്ലോ പറഞ്ഞത്, ലോങ് വീഡിയോസിന് നിങ്ങൾക്ക് വ്യൂസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 5000 അല്ലെങ്കിൽ 5K 10K ഒക്കെ ആ ലെവലിലൊക്കെ നിങ്ങൾക്ക് വ്യൂസ് വന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പിന്നെ ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിന് പുറകെ ഇറങ്ങിക്കോളൂ, കുഴപ്പമില്ല. അതല്ല ഈ ലോങ് ഇപ്പം ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസിനൊക്കെ ചിലപ്പോൾ കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ലോങ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ആകെ 500 വ്യൂ 300 വ്യൂ 100 വ്യൂ 10 വ്യൂ ഇതൊക്കെയാണ് ആകെ ഉള്ളത്. അപ്പോൾ ഇതും കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഒരു മോശം പരിപാടിയൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോ ഒരു മാസം കൊണ്ട് ഇത്ര മില്യൺ വ്യൂ ആയി അല്ലെങ്കിൽ ഇത്ര വ്യൂ ആയി. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു മാസം ഒരു വരുമാനം കിട്ടും. അടുത്ത മാസവും ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. കാരണം ആ വീഡിയോ പിന്നെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വീണ്ടും നിങ്ങൾക്ക് വരുമാനം കിട്ടും. അങ്ങനെ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ ആ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഒരു മാസത്തെ ശമ്പളം നിങ്ങൾക്ക്
പല മാസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞത്. വീണ്ടും 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 കിട്ടും. നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ജോലി ചെയ്തു, നമുക്കൊരു 20,000 30,000 50,000 ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാസത്തെ ശമ്പളം അത് കിട്ടി, അത് കഴിഞ്ഞു. അതോടുകൂടി നമ്മൾ ആ മാസം വർക്ക് ചെയ്തതിനുള്ള ശമ്പളം കിട്ടി, കഴിഞ്ഞു, എല്ലാം ഫിനിഷ്. പക്ഷെ യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ നിങ്ങളൊരു പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എത്ര സമയം എടുത്തു അത് ക്രിയേറ്റ് ചെയ്തിട്ടു, അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം മാത്രമല്ല, എത്ര മാസങ്ങൾ ആ യൂട്യൂബിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് അത്രയും കാലം നിങ്ങൾക്ക് വരുമാനം കിട്ടും. അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുക. അപ്പോൾ ഒരു 10 വീഡിയോ, ഒരു വർഷങ്ങൾ 10 വീഡിയോ ചെയ്തു അല്ലെങ്കിൽ 12 വീഡിയോ ചെയ്തു എന്ന് വെച്ചു, 12 മാസം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ചിലപ്പോൾ 50,000 വെച്ചാണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ വീഡിയോ അങ്ങനെയല്ല. ചിലപ്പോൾ ഒറ്റ വീഡിയോന് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു എമൗണ്ട് കിട്ടും. അതായത് ഒരുപാട് പ്രാവശ്യം അതിൻ്റെ കാണുകയല്ലേ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു മാസം കൊണ്ട് അങ്ങ് ഡിലീറ്റ് ആയി പോകുന്നുണ്ടല്ലോ. ഷോർട്സും അങ്ങനെയല്ല. ഷോർട്സ് പക്ഷേ നമുക്കൊരു അപ്പം കിട്ടുന്ന ഒരു ബൂസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും കിട്ടൂല. പിന്നെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഷോർട്സിന് അത്രയും വ്യൂ പോകില്ല. പക്ഷേ ലോങ് വീഡിയോസ് അങ്ങനെയല്ല. നിങ്ങൾ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നൊരു വരുമാനം കിട്ടുന്നൊരു പരിപാടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. യൂട്യൂബ് അല്ല കേട്ടോ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പൈസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിലവിൽ ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങണ്ട. ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാകെ പണി കിട്ടും. ഉള്ള വരുമാനം നിലച്ച് കഴിഞ്ഞു, ഇതിൽ നിന്ന് വരുമാനമില്ല. പിന്നെ മാത്രമല്ല, ഇതിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഞാനിരിക്കുന്ന പോലെ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് വായി തോന്നി വിളിച്ച് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല, അതിന് വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. എന്നാലേ ആൾക്കാർ ഇത് കാണുള്ളൂ. അല്ലാതെ വേറെ ആരും പിന്നെ നമ്മളെ വീഡിയോസ് കാണാനായിട്ടിരിക്കുന്ന നമ്മളത്ര വലിയ സംഭവം ഒന്നും ആയിട്ടുണ്ടാവില്ല. മീൻസ് ഇപ്പോൾ വലിയ ഇപ്പോൾ ഫിറോസ് ഖാൻ്റെ ചാനൽ അല്ലെങ്കിൽ എം4ടെക് ഇതുപോലത്തെ ചാനലൊക്കെ നമ്മൾ അവർ വീഡിയോ ഇടുന്നതും കാത്തിരിക്കും, കാരണം ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളെ വീഡിയോ ഒന്നും അങ്ങനെ ആയിരിക്കില്ല, യാദർശികമായിട്ട് കാണുന്നതായിരിക്കും നമ്മളെ വീഡിയോ. അപ്പോൾ കുറച്ച് നേരം അത് കാണുമ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ കാണാനുള്ള എന്തെങ്കിലും സാധനം അതിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് ആൾക്കാർ അത് കാണുമ്പോഴാണ് നമ്മളെ വീഡിയോ ഈ റെക്കമെൻഡേഷനായിട്ട് പോകുന്നതും പിന്നെ ഈ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളെ വീഡിയോ റെക്കമെൻഡായിട്ട് വരുന്നതൊക്കെ. അപ്പോൾ കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അല്ലാതെ നിങ്ങൾ വെറുതെ എന്താ പറയുക, നാളെ മറ്റന്നാളോ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസം കൊണ്ട് ഇതിൽ വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നോളന്നില്ല. എല്ലാവർക്കും നടക്കൂല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കുറേ ആൾക്കാർക്കൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ഒരു ഏറ്റവും കുറഞ്ഞൊരു 80% ആൾക്കാർക്കൊക്കെ ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ 2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചെറിയ റീച്ചിലേക്ക് എത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പരിപാടി. ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. എനിക്കിപ്പോൾ ഇതുവരെ യൂട്യൂബിൽ വരുമാനം കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഉള്ള ജോലി കളഞ്ഞിട്ട് യൂട്യൂബിൻ്റെ പുറകെ പോകാനുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളിട്ടോ, കുഴപ്പമില്ല. അത് നമ്മളെ കോൺഫിഡൻസ് അനുസരിച്ച് ഞാൻ എന്താ പറയുക, ജോലി ഇല്ലെങ്കിൽ ഞാൻ ഇതിലൂടെ തന്നെ എത്ര മാസം കൊണ്ട് ഞാൻ വരുമാനം എത്തിക്കും എന്നുള്ള കോൺഫിഡൻസ്, ഇത് ഓവർ കോൺഫിഡൻസ് ആവരുതെന്നുള്ളൂ. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളും. നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എല്ലാവരും കയറി നമുക്കിപ്പോൾ ഇങ്ങനെ കാടടക്കി വെടിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടി ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങരുത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവമാണ്. ഞാൻ ജോലി കളഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ ഒരു മാന്യമായ ജോലി ഉണ്ട്, മാന്യമായ ശമ്പളമുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ജീവിച്ചു പോകുന്നത്. ഇതൊക്കെ പിന്നെ ഒരു സൈഡാണ്. ഈ സൈഡ് ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഈ പറയുന്ന റീച്ചിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ തന്നെ പോകും. കാരണം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പാഷൻ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ ജോലിയേക്കാൾ ഉപരി യൂട്യൂബാണ്. അപ്പോൾ അതിലൊന്ന് ഗ്രോത്തായി വരിക, ഒരു വരുമാനം എന്തെങ്കിലും ഉണ്ടാക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിൽ വരുമാനം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ നേടേണ്ട വലിയ കാര്യമൊന്നുമില്ല. കുറച്ചിപ്പോൾ കാശ് അതിന് ഉണ്ടാക്കുക നമ്മളെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത് നമ്മൾ കാശ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം നിങ്ങൾ റീച്ച് ആയതിനു ശേഷം നിങ്ങൾ ജോലിയോ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് പറയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളി. ഓക്കെ, അപ്പോൾ ബൈ ബൈ.